രുചീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രുചീഷ്, ഈ മത്സരം നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ആ സന്തോഷം നമ്മുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അത്രമാത്രം ആവേശത്തോടെ ഇന്ത്യയുടെ ഒരു അലകടൽ വരുന്നത് പോലെ ഇന്ത്യയുടെ കാണികൾ, ഇന്ത്യയുടെ ആരാധകർ അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി പുറത്തേക്ക് വരികയാണ്. കാരണം നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ മൈതാനത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇതിഹാസ താരങ്ങൾ നമ്മളെ ഈ 2020 കിരീടത്തിൽ നിന്ന് ഒരു കിരീടം സമ്മാനിച്ചതിന് ശേഷം, അവർ വിട പറഞ്ഞതിന് ശേഷം ഒരു യുവ തുർക്കികളായി വന്ന സംഘത്തിന് ലഭിച്ച ഒരു അവസരമാണ്. അവർ ഫൈനലിലേക്ക് വന്നപ്പോൾ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നേരത്തെ നമ്മൾ കണ്ണീരൊഴുക്കിയ കാലമുണ്ട്. ആ കണ്ണീരിന് മറുപടി പറയും എന്ന് കരുതി തന്നെയാണ് അവർ നിന്നത്. തുടക്കത്തിൽ ഇന്ത്യയുടെ തുടക്കം ഈ ലോകകപ്പിൽ നന്നായിരുന്നില്ല. പക്ഷേ ഓരോ ഘട്ടത്തിലും ഇന്ത്യ വളർന്നു വന്ന ആവേശം അത് നമുക്കിവിടെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സഞ്ജു സാംസണിന്റെ ഒരു ഉജ്ജ്വലമായ തിരിച്ചുവരവ്. കാരണം കഴിഞ്ഞ തവണ സഞ്ജു സാംസൺ ഈ 2020 ലോകകപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു മത്സരം പോലും കളിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അതിനെല്ലാം മറുപടി പറയുകയാണ്. തുടർച്ചയായി മൂന്നാമത്തെ അർദ്ധ സെഞ്ചുറി സഞ്ജു സാംസൺ നേടുന്നു. റെക്കോർഡുകൾ ടീം മാത്രമല്ല, സഞ്ജു സാംസൺ മാത്രമല്ല, എല്ലാവരും റെക്കോർഡുകൾ മാറ്റിയെഴുതുന്ന കാഴ്ചയാണ് ഇന്ന് അഹമ്മദാബാദിൽ സാക്ഷിയായത്. നമുക്ക് ഈ കാഴ്ചകൾ കാണാം, അത്രമാത്രം വലിയ ആഹ്ലാദം. കാരണം ഈ വിജയം ഒരുപക്ഷെ നമ്മൾ ഇന്നേ വരെ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയിട്ടില്ല. ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു ഫൈനൽ വിജയം നമുക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇന്നേ വരെ ഒരു ടീമും 3 തവണ കിരീടം നേടിയിട്ടില്ല. ഇന്നേ വരെ ഒരു ടീമും സ്വന്തം മണ്ണിൽ കിരീടം നേടിയിട്ടില്ല. ഇന്നേ വരെ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ ഉണ്ട്. അതൊരിക്കലും സാധിക്കാത്ത ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ആ സ്വപ്നം നേടിയിരിക്കുന്നു, ആ കിരീടം നേടിയിരിക്കുന്നു. 3ാം കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ ആളുകളുടെ മുഖത്തും ആ സന്തോഷം കാണാം, ആ ആവേശം കാണാം. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത്രമാത്രം ആളുകൾ ഈ സ്റ്റേഡിയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം, ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, 1,32,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്റ്റേഡിയം, 1,00,000-ലധികം കാണികൾ. ഈ ലക്ഷത്തിലധികം വരുന്ന കാണികൾ ഒരേ സ്വരത്തിൽ ഞങ്ങൾ ആ മത്സരം കാണുന്ന ഓരോ ഘട്ടത്തിലും അവർ ഇന്ത്യക്ക് വേണ്ടി ഓരോ നിമിഷവും ആർപ്പ് വിളിക്കുന്നത് കാണാമായിരുന്നു. അത്രമാത്രം എനർജറ്റിക്കായി ഈ ടീമിന് വേണ്ടി ഓരോ നിമിഷവും അവർ സമ്മാനിച്ചത് ഈ കിരീടത്തിന് വേണ്ടിയാണ്. എന്തായാലും ഇന്ത്യയുടെ കാത്തിരിപ്പ് അത് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ നേടിയ കിരീടമാണ്. ആ കിരീടം ഇവിടെ അഹമ്മദാബാദിൽ ഒരു കിരീടം എന്ന സ്വപ്നം അത് സാധ്യമായിരിക്കുന്നു. 2023 നമുക്ക് ഏകദിന ലോകകപ്പിൽ നഷ്ടപ്പെട്ട ആ കണ്ണീരിന് നമ്മൾ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇതേ അഹമ്മദാബാദിൽ 1,00,000 കാണികൾക്ക് മുന്നിൽ നമ്മൾ കിരീടം ഉയർത്തിയിരിക്കുന്നു. അത്രമാത്രം വലിയ ആവേശത്തിലാണ് ഈ ആരാധകരെല്ലാം. അഞ്ജലി, രുചീഷിന്റെ വാക്കുകളെല്ലാം ആ ആവേശം നിറയുന്നുണ്ട്. ഒരു റിപ്പോർട്ടറായിട്ടല്ല, ഒരു ക്രിക്കറ്റ് പ്രേമിയായിട്ട് തന്നെയാണ് രുചീഷ് സംസാരിക്കുന്നത്. രുചീഷ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അവിടെ? തീർച്ചയായും എന്തായാലും ടീം അംഗങ്ങൾ വലിയ ആവേശത്തോടെ മൈതാനത്ത് ചുറ്റും അവർ പതാകയുമായി ഏന്തി അവിടെ ആരാധകർക്ക് വലിയ ആവേശത്തോടെ തന്നെ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മൈതാനത്തെ വലം വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ ആവേശ പ്രകടനം ഈ മൈതാനത്തിനുള്ളിൽ കണ്ടു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ആരാധകർ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ടീമിന് ഒരു വിക്ടറി പരേഡ്. എന്തായാലും ആ രീതിയിൽ നമ്മൾ ഇപ്പോഴും BCCI അതിനെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി കിരീടം സമ്മാനിക്കാനുള്ള നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. അഞ്ജലി, ഒരു നിമിഷം നമ്മോടൊപ്പം നമ്മുടെ ന്യൂസ് മലയാളം ചാനലിന്റെ കൂടി ഭാഗമായ ശിവയും സംഘവും ചേരുകയാണ്. വലിയ ആവേശത്തിൽ നമ്മുടെ കിരീടം എന്തായാലും നമ്മുടെ കയ്യിലെത്തി. സഞ്ജു കളിക്കുന്ന ടീമിന്റെ ഓണറും കോ ഓണറുമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. സഞ്ജു സാംസൺ വീണ്ടും കേരള പ്രീമിയറിലേക്ക് വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചി ടീമിന്റെ ഉടമ കൂടിയാണ്. എന്തായാലും സഞ്ജു തകർത്തടിച്ചു, സഞ്ജു കിരീടം നേടുന്നത്. നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന്റെ സഞ്ജു അടിച്ച് കപ്പടിച്ചു. പുറത്തുനിന്ന് ഗൾഫിൽ നിന്നാണ് ഈ മത്സരം കാണാൻ വേണ്ടി മാത്രം വന്നത്. ലണ്ടനിൽ നിന്ന് ഇന്നലെ രാത്രി തീരുമാനിച്ച, ഇന്നലെ സഞ്ജുവിന്റെ മാനേജറായിട്ട് സംസാരിച്ചു. എന്തായാലും ഫ്ലൈറ്റൊക്കെ അല്പം വൈകി, പക്ഷെ മത്സരം കാണാതിരിക്കാൻ പോകും. അതെ, ഇടയ്ക്കൊരു ഫ്ലൈറ്റ് ഡിലേ ആയി, എങ്കിലും കറക്റ്റ് സമയത്ത് എത്തി. വലിയ ആവേശത്തിൽ മലയാളികൾ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ശിവ കൂടി ചേരുകയാണ്. എന്തായാലും ശിവയുടെ സന്തോഷം. കാരണം എവിടെ ഇന്ത്യയുടെ മത്സരം വന്നാലും അവിടെയൊക്കെ ശിവയുടെ മുഖം കാണും. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തി എവിടെയായിരുന്നു കളിക്കണമെന്നുണ്ടെങ്കിൽ
ആക്ച്വലി ശ്രീലങ്കയിലത്തേക്ക് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ കളി ഇവിടെ ആയിരുന്നു, സോ അതുകൊണ്ട് വന്നു. എന്തായാലും വലിയ സന്തോഷം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് സഞ്ജു സാംസൺ ടൂർണമെന്റിന്റെ താരമെന്ന ഒരു പ്രഖ്യാപനം നമ്മൾ അതെ തുടർച്ചയായിട്ട് 3 ഹാഫ് സെഞ്ചുറിയിൽ അടിച്ച് സെഞ്ചുറിയുടെ പുറത്ത് വന്ന് പുറത്തായി, പക്ഷെ ടീമിന് വേണ്ടി കളിച്ചു എന്നുള്ളതാണ്. അതാണ് സെഞ്ചുറി. തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് സന്തോഷം പങ്കുവെക്കുന്നത് ആരാധകരെല്ലാം. നമുക്കറിയാം വലിയ ആവേശം നമുക്ക് ഈ കാഴ്ചകൾ ഈ ആരാധകർക്കിടയിൽ കാണാം. കാരണം നമ്മൾ മുമ്പ് തന്നെ കാണുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് ഈ ഫൈനൽ കാണാൻ അഹമ്മദാബാദിലേക്ക് കാണാം. ഓരോ സംസ്ഥാനത്തിന്റെ ആളുകൾ, ഓരോ സംസ്ഥാനത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആരാധകരുണ്ട്. കാരണം അവർക്കൊക്കെ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം IPL-ന്റെ നാടാണ് ഇന്ത്യ. IPL-ൽ വിവിധ ടീമുകളായി മത്സരിക്കുന്ന കാഴ്ചകൾ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ടീം വരുമ്പോൾ അത് എല്ലാവരും ഒരു മനസ്സോടെ വന്ന് ഈ ടീമിന് ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടത്. എന്തായാലും സ്വന്തം മണ്ണിൽ ഒരു കിരീടം നേടുന്ന കാഴ്ച നമ്മൾ ഏറ്റവും ആവേശകരമായി ആ ആരാധകർ അത് ആഘോഷമാക്കുകയാണ്. ഇനി ഈ രാത്രി മുഴുവൻ ആഘോഷത്തിൻ്റെതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നിമിഷങ്ങൾ ഒന്നും അവസാനിക്കാൻ പോകാത്ത തരത്തിൽ ഒരു ആഘോഷം തുടങ്ങിയിരിക്കുന്നു. എന്തായാലും വലിയ ആഘോഷം, നമ്മൾ ഈ മൈതാനത്ത് തുടങ്ങിയ ആഘോഷം അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. കാരണം നമുക്കറിയാം ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ഗെയിം, ഈ രാജ്യത്തെ ആകെ ഒന്നിപ്പിക്കുന്ന ഒരു ഗെയിം അത് ക്രിക്കറ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ക്രിക്കറ്റ് ആരാധകരുണ്ട്, ക്രിക്കറ്റ് മൈതാനമുണ്ട്. ആ ആവേശമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. അത് കുട്ടികളെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ മുതിർന്നവരെന്നോ എന്ന വ്യത്യാസമില്ല. വലിയ ആവേശം, ആ ആവേശം ഓരോ തലമുറകൾ കൈമാറുന്ന ആവേശമാണ്. നമ്മൾ 1983 തുടങ്ങിയ ആ പോരാട്ടം, കിരീടത്തിലേക്ക് വന്ന പോരാട്ടം, അത് പല കാലങ്ങളിലായി മാറി ഇപ്പോൾ 2020 ആവേശത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ 3 കിരീടം നേടി, ചരിത്രത്തിൽ ആദ്യമായി 3 കിരീടം നേടുന്ന ഒരു ടീമായി മാറിയിരിക്കുന്നു. നമ്മളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോക ചാമ്പ്യന്മാരായ ടീം എന്ന പകിട്ട് 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാരായ പകിട്ട് ഇന്ത്യക്ക് സ്വന്തം. ആ ആവേശം നമുക്കിവിടെ കാണാം. അഞ്ജലി, മറ്റുള്ളവരെ പോലെ തന്നെ ആ വിജയം ആഘോഷിക്കാൻ നമ്മുടെ ന്യൂസ് മലയാളം ടീം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. രുചീഷ്, അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഹൈ വോൾട്ടേജ് മത്സരത്തിന് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന, അതിനെ മറികടന്ന് ഫലം കൊയ്യാൻ സഹതാരങ്ങളെ പ്രാപ്തരാക്കുന്ന ക്യാപ്റ്റന്മാരാണ് എക്കാലത്തും ലോകം പോലുള്ള കിരീടങ്ങൾ ഉയർത്താറുള്ളത്. അങ്ങനെ ഒരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നതും. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ ഒന്ന് പതറിയെങ്കിലും, ഒരു റൺസ് പോലും എടുക്കാതെ ഔട്ടായെങ്കിലും ആ ഒരു ഘട്ടത്തിൽ അതിനെ ഒന്ന് ഈ ഇന്ത്യ ടീമിനെ തിരിച്ചു പിടിച്ചത് സഞ്ജുവിൻ്റെ ഒരു മികച്ച പ്രകടനമല്ലേ? അഞ്ജലി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസണിൽ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ എന്ന കാര്യത്തിലാണ് ഏറ്റവും സന്തോഷം ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ സഞ്ജു സാംസൺ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ മത്സരം കാണണമോ അത്രമാത്രം സമ്മർദ്ദത്തിലാകും ഒരു മലയാളി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ സഞ്ജു സാംസൺ വരുമ്പോൾ അതൊരു ആത്മവിശ്വാസത്തിന്റെ മുഖമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കാരണം സഞ്ജു സാംസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും, അത് മലയാളികൾ എന്ന വ്യത്യാസമില്ല. കാരണം ഇന്ന് ഉച്ചയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, സഞ്ജുവിന്റെ ആരാധകരായിട്ടുള്ള ആളുകൾ വന്ന് നമ്മളോട് പലപ്പോഴും ഇവിടെ ജേഴ്സികൾ, പല താരങ്ങളുടെ ജേഴ്സികൾ വിറ്റഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സഞ്ജുവിന്റെ ജേഴ്സിക്ക് വേണ്ടി 100 രൂപ കൂടുതലാണ്. കാരണം സഞ്ജുവിന്റെ ജേഴ്സി ഇവിടെ കിട്ടാനില്ല എന്ന അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് കാണാം. ആ തരത്തിലാണ് ഇന്ത്യൻ ടീമിനാകെ ഒരു പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു താരം ഓപ്പണിംഗിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. ടോസ് നഷ്ടപ്പെട്ടാണ് ഇന്ത്യ ക്രീസിലേക്ക് എത്തേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സൂര്യകുമാർ യാദവിനോട് ചോദിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ടായിരുന്നു, ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്കാണ്, ഞങ്ങൾ ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാണ് ബാറ്റിംഗിലേക്ക് പോയത്. സഞ്ജു സാംസൺ സത്യത്തിൽ ക്യാപ്റ്റൻ തീരുമാനിച്ച തീരുമാനത്തിന് ഏറ്റവും നല്ല മറുപടി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും കൂടി നൽകി. ആ നൽകൽ ഒരുപക്ഷെ പവർ പ്ലേയിൽ തന്നെ 100 റൺസിന് അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ച, അത്രമാത്രം മികച്ച ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ഒരുപക്ഷെ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒരു ഓപ്പണിംഗ് ടീമിൽ നിന്ന്. ആ തരത്തിലേക്കായിരുന്നു സഞ്ജുവും അഭിഷേകും ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം നൽകിയത്. അഭിഷേക് അർദ്ധ സെഞ്ചുറി നേടി, പിന്നാലെ സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടി, ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടി. നമുക്ക് മികച്ച ഒരു ടോട്ടൽ സമ്മാനിച്ചാണ് ഈ 3 താരങ്ങൾ മാറിയത്. അതിനുശേഷമുള്ള ആളുകൾക്കൊക്കെ, ശിവൻ ദുബെ അടക്കമുള്ള ആളുകൾക്ക് അതൊരു ഫിനിഷിംഗ്
ടച്ച് നടത്തുക എന്നത് മാത്രമായിരുന്നു. അതോടെ തന്നെ ന്യൂസിലൻഡ് ആകെ സമ്മർദ്ദത്തിൽ വരുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് ന്യൂസിലൻഡിൽ നിന്ന് ഒരു മികച്ച മത്സരം നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തായാലും അത് ബാറ്റിങ്ങിൽ ന്യൂസിലൻഡിന് അത് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ലോകകപ്പിന്റെ ഫൈനലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയാണ് ഇന്ത്യ ഈ കിരീടം നേടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഞ്ജൻ, ഒരുപാട് ചരിത്രം കുറിച്ച ഒരു കളി കൂടിയാണ് ഇത്. പ്രത്യേകിച്ചും ആതിഥേയത്വം വഹിച്ച രാജ്യം തന്നെ കിരീടം സ്വന്തമാക്കുന്നത് ഇത് ആദ്യമല്ലേ? തീർച്ചയായും ഒരുപാട് ചരിത്രം. കാരണം ഒരു വിജയം കൊണ്ട് നമ്മൾ ഒരുപാട് ചരിത്രം മാറ്റിക്കുറിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ മൈതാനത്തിന് നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന് പലപ്പോഴും ഇന്ത്യക്ക് കണ്ണീർ സമ്മാനിച്ച ഒരു സ്റ്റേഡിയമാണ്. ഈ ടൂർണമെന്റിൽ പോലും നമ്മൾ ആദ്യത്തെ പരാജയം അറിഞ്ഞത്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പരാജയം അറിഞ്ഞത് ഈ മൈതാനത്താണ്. ഇത്രയും വലിയ കാണികൾക്ക് മുന്നിൽ നമ്മൾ പരാജയം അറിഞ്ഞ് സങ്കടത്തോടെ പോയ നിമിഷങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട്. 2023 ലോകകപ്പിന്റെ ഫൈനലടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ചരിത്രം അവിടെ ആ തരത്തിലുണ്ട്. അതിലേറെ ഇതുവരെ ഒരു ടീമും ഇത്തരത്തിൽ 3 കിരീടം നേടിയിട്ടില്ല, ഒരു കിരീടം ആവർത്തിച്ചിട്ടില്ല, അതോടൊപ്പം സ്വന്തം മണ്ണിൽ കിരീടം നേടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ചരിത്രം ഈ മുഹൂർത്തത്തിൽ ഈ വിജയത്തിലുണ്ട്. അതിലേറെ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് നമ്മൾ പലപ്പോഴും പറയും, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി വന്നാണ് നമ്മുടെ ഏത് കാര്യത്തെയും നമ്മൾ പിന്നീട് അടുത്ത തലമുറയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 2020 ലോകകപ്പ് ജയിച്ചപ്പോൾ ആദ്യം സംഭവിച്ചത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള നമ്മുടെ ഇതിഹാസ താരങ്ങൾ അവർ വിട പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വന്ന ഒരു സംഘമാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ യുവനിര. ആ യുവനിരയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണ് ഞങ്ങൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂർണമെന്റ് ആയിരുന്നു ഇത്തവണത്തെ ലോകകപ്പ്. ആ ലോകകപ്പിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപക്ഷെ സഞ്ജു സാംസനെ ടീമിൽ തന്നെ ഉണ്ടാകുമോ എന്ന തരത്തിലൊരു സംശയം ഇതിനു മുൻപ് ഉണ്ടായിരുന്നു. ന്യൂസിലൻഡിനെതിരായ ഒരു പരമ്പരയിൽ സഞ്ജു അമ്പയെ പരാജയപ്പെട്ട ഒരു സാഹചര്യം. സഞ്ജു बहुत खुशी हुई इंडिया का, हम सब लोग चाहते थे हम लोग के पास वर्ल्ड कप आए, इस बार आ गया, इससे और अच्छा लगा जीत के। बहुत ही बढ़िया मैच, एक तरफा पूरा मैच था, कितना अच्छा सबने खेला भाई। हिंदुस्तान